ബിറ്റ്കോയിൻ 1 lakh അടിക്കാറായി കേട്ടോ. $1 lakh അടിക്കാറായി. അല്ല ഒരു കുറച്ചുകൂടി ഒരു 1 lakh കുറച്ചുകൂടി കയറി കഴിഞ്ഞിട്ട് ഒരു ഡ്രോപ്പ് വരും. കൺഫേം ഒരു ഡ്രോപ്പ് വരും. അതെല്ലാം സെല് ചെയ്യും. അത്ര എത്തി കഴിഞ്ഞിട്ട് എല്ലാം എല്ലാരും ഒന്നടിക്കാൻ കത്തിരിക്കുക. എന്റെ ബിറ്റ്കോയിൻ മൊത്തം കൊടുത്തു. എന്തായാലും നിനക്ക് മേടിക്കാനുള്ള ഇതില്ലല്ലോ, അതുകൊണ്ട് മേടിക്കാൻ പറ്റുന്ന ആൾക്കാർക്ക് കൊടുത്തു. എന്റെ ഒരു അവിടെ എല്ലാം കൂടെ നോക്കിയപ്പോ ഒരു 10-65 ഉണ്ടായിരുന്നു. 65 ഉണ്ടായി. ഈകളുടെ കൂടെ 65 കൊടുത്തോളാം. കൊടുത്തത് 60 ബിറ്റ്കോയിന് 60 കോടിയുടെ ഈകളതിന് എത്ര അതിന്റെ ഉണ്ട്? 60 ഏകദേശം 60 കോടി. ഞാൻ ഏകദേശം അത്ര ഉണ്ട് ഇപ്പൊ എന്റെ. ഞാൻ സ്ട്രീമിംഗ് ഒക്കെ നിർത്തിയതല്ലേ, 2 ദിവസമായിട്ട് ലൈവ് വരാത്തത് അതുകൊണ്ടാ. അപ്പൊ ഇന്നലെ രാത്രിയിലല്ലേ ചുമ്മാ ഇരുന്ന് 4000 രൂപ ഒരാൾ അയച്ചപ്പോഴത്തേ ഈകളുടെ കണ്ണ് തറയതൊക്കെ ഞാൻ കണ്ടു കേട്ടാ. എന്നിട്ടാണ് പറയുന്നത് ബ്രോ ഇതിനയക്കല്ലേ ജീപ്പിൽ അയക്കണേ, സൂപ്പർ ചാറ്റ് ചെയ്യാൻ പറ്റുന്നതായിരുന്നു, സൂപ്പർ ചാറ്റ് ജീപ്പിൽ അയക്കണേ പറഞ്ഞവരാണ് പറഞ്ഞത്. 60 കോയിൻ ഉണ്ടായിരുന്നു. ഞാൻ നോക്കിയപ്പോ ആള് ഫേസ് ക്യാം ഉണ്ടായിരുന്നെങ്കിൽ കരയുന്നത് ഉണ്ടായത്. ക്യാമറ ഷാപ്പിലാരും വന്നില്ല. നിന്റെ വീട്ടില് നിന്റെ പട്ടയുള്ള വീട്ടില് ഞാൻ കേറി മോട്ടിച്ച് എന്താ ഇവര് ഉണ്ടാ. ഞാൻ വല്ല വിളിച്ച് പറയാം, മര്യാദക്ക് കളിക്കുന്ന കളിച്ചിട്ട് പോ. മൈരി ഈ ശല്യം എന്തായാലും ബാബുവിനെ കൊണ്ടില്ലായിരുന്നു. സത്യത്തിൽ ലൂട്ടിന്റെ അവൻ വന്നിരുന്ന മറ്റേ റിവൈവ് ചെയ്യാൻ പറ്റില്ലെന്നേ ഉള്ളൂ. ഇങ്ങനത്തെ നീ നിനക്ക് ലൂട്ടിന്റെ മറ്റേ നിരന്തര ശല്യമാണ്, നിരന്തര ശല്യം. അനുഭവിച്ചോ. ഞാൻ ഇനി ലൈവ് ഒന്നും ഇല്ല കേസ്, ബിറ്റ്കോയിൻ സെയിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ചില അംശങ്ങളൊക്കെ വരുന്നുണ്ട്. ഞാനിനി പയണങ്ങൾ പോലെ തുടങ്ങിയിടവാ. ഒന്ന് ലൈവ് വരും ഇല്ല ബ്രോ? മറ്റേ ബുഗാട്ടി ബൈ ബിങ്കാട്ടി ബിൽഡിങ്ങിന്റെ ഒരു ബിൽഡിംഗ് എടുക്കാൻ വേണ്ടിട്ട് ഞാൻ അഡ്വാൻസ് കൊടുക്കാൻ വേണ്ടിട്ട് പോണം. ചിലപ്പോഴേ ഇന്ന് ലൈവ് വരാൻ പറ്റത്തുള്ളൂ. ഞാനത് തിങ്ക് ചെയ്ത് എന്റെ അടുത്ത് കുറച്ച് USDT ഉണ്ടേ. നെയ്മർ എടുത്തതിന്റെ തൊട്ട് ഇപ്പുറത്തായിട്ട് ഒരെണ്ണം എടുക്കാൻ വേണ്ടിട്ട് ഇരിക്കാണ്. അതെ ക്രിസ്ത്യാനോ ഇപ്പൊ വരുമെന്നോ അതറിയാവോ? അതെനിക്ക് താല്പര്യമില്ല. ഞാൻ നെയ്മറിന്റെ അപ്പുറത്തായിട്ട് എടുക്കണം. നെയ്മറിന് തന്നെ കൊടുക്കുമല്ലേ? നെയ്മർ ആകുമ്പോ ഗെയിമറാണ്, പുള്ളിയുടെ ഒക്കെ കൂടെ ഗെയിം ഒക്കെ കളിച്ച് അപ്പുറത്തായിരിക്കും. USDT കളിയാണോ ഈകള്? USDT ഇതും തമ്മിൽ എന്താണ് ബന്ധം? അതൊന്ന് പറഞ്ഞു. അല്ല ഞാൻ അതാണ് ചോദിക്കുന്നത്. ഇത് തമ്മിൽ എന്താ ബന്ധം? നിനക്ക് വിവരമില്ലായ്മ അങ്ങ് സമ്മതിക്കുക ആൾക്കാരുടെ മുമ്പില്. USDT ഇതും തമ്മിൽ എന്ത് ബന്ധം അടിക്കുന്നു എന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ കൊള്ളായിരുന്നു. ചുമ്മാതോ എന്ത് ചുമ്മാതോ വിവരമില്ല. കിട്ടി എനിക്ക്. നമ്മളാരും തീരുമാനം അളിയാ ജസ്റ്റ് മിസ് ഇവിടെ റെഡ് സോൺ വീണ് കണ്ട ഈകളത്. റെഡ് സോൺ ഇതിന്റെ ഇടയിലേ പോവും. നമുക്ക് പോടാ, ഈ ഫൈറ്റ് വേണ്ട. വാളിയാ അതന്നെ നല്ലത്. വാളിയാ പേഴച്ച സ്നൈപ്പർ എന്തൊരു ശോകമാണ്. എന്താടാ രഘുല നിനക്ക്? നീ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്ത് നീ ഒരു നിന്റെ അവസരം TV കിട്ടും. അതാണ് ലാസ്റ്റ് നടക്കുന്നത്. കാറല്ല ഷെഡിനകത്ത് കാർ കിടക്കുന്ന അറിയത്തില്ല. വേറെ എടുക്കാൻ വേണ്ടി 50 കിലോമീറ്റർ അപ്പുറത്ത് പോയേക്കുന്നു. എനിക്കൊരു ഹെൽമെറ്റ് വേണോടാ. ഹെൽമെറ്റ് പോയി.
പറ്റുമോ നോക്കട്ടെ ഇവിടെ എവിടെ ഉണ്ടാവും. കിറ്റ് എന്റെ അടുത്തുണ്ട്. ഒന്ന് തരാം ഞാൻ. 3 എണ്ണം. കിറ്റാ വേറെ തോന്നുന്നു. ഇങ്ങനെ എപ്പോഴും ഇവന് എന്ത് ഇവന് മെന്റൽ എന്തോ ഉണ്ട് ഇവന്. അതാണ് ഇവന് അസുഖമാണ്. പ്രാന്തിന്റെ ഗുളിക എന്തോ തിന്നുന്നവനാണ് ഇവൻ. ഇവന്റെ അടുത്തൊന്നും സംസാരിക്കരുതൊന്നും. 2 വണ്ടി ഉണ്ടല്ലോ. വാ ഈകളെ വാ. ഞാൻ വെയിറ്റിംഗ്. ഈകളെ നീ അവിടെ ഇരുന്നു. ട്രിപ്പ് വാ. കൈ എന്തോ നിന്റെ സാമാനത്തിൽ കെട്ടിയിട്ടേക്കാണോ? എടുത്ത് ഓടിക്ക് വേണമെങ്കിൽ. ഞാൻ ഇനി നിന്നെ എഴുന്നള്ളിക്കാം. ഈകളെ വരുന്നില്ലേ? ഞാൻ പൊക്കോളാം എവിടാന്ന് വെച്ചാ. വാളിയാ ഉണ്ട് വാ വാ. ഹെൽമെറ്റ് തന്നടാ രഘുലേ. വാളിയാ ഡ്രസ്സാണ്. ഹെൽമെറ്റ് മാത്രം മതി. ആ ഹെൽമെറ്റ് വെച്ചോ. ഹെൽമെറ്റ് മാത്രം മതിയല്ലേ? ഇതാരിപ്പോ അടിച്ചത്? സ്കൂളിൽ എന്തൊക്കെ അല്ലല്ലേ സോക്കന്റെ മുകളില്, മറ്റേ അതിന്റെ മുകളിലല്ലേ? എന്തൊക്കെ പറഞ്ഞാലേ രഘുലേ അണ്ടിയില്ലാത്തവനാണ്. അത് സംശയമൊന്നുമില്ല. ആളെ ചരിച്ചപ്പോ പൊക്കി പറയാം കേട്ടാ. വണ്ടി വില്ലത്തി അമ്മ വണ്ടി എവിടെ എടാ ഈകളെ കൊണ്ടുവരുമോ? ഈ ഫ്രണ്ട് ഏത് അളിയാ ഇത് ഹാക്ക്. എന്നിട്ട് ഇത് എന്റെ ഫയലല്ലേ? ഇങ്ങനെ പറയാൻ എങ്ങനെ പറ്റുന്നടാ? ബോട്ട് വേണമേ. നീ ഒരു 3 കില്ല് എടുക്കുന്നത് നിന്റെ മറ്റേ സാനോക്ക് വണ്ടി അല്ലാതെ ഇവിടെ ഒരു 3 കില്ല് ഏതെങ്കിലും ദിവസം എടുത്തിട്ട് കളിക്കും. 3 കില്ല ഇവിടെയാ? പോടാ കൊണ്ടച്ചി. ഇവിടെ എന്റെ ഹൈയസ്റ്റ് കില്ല് എത്രന്ന് അറിയാവോ? റബേന്റെ ലോബിയില് 5. എടുക്കത് മോൺസ്റ്റർ വണ്ടി കണ്ടം കുണ്ണ. അളിയാ വാളിയാ ഇത് ഇപ്പൊ കില്ലെടുത്ത് കാണിച്ചാ ഈസിയാ. വൈപ്പ് ഇപ്പൊ ആരെടുത്ത് വെച്ച് വാരി തന്നത്? പറഞ്ഞപ്പാ എന്നിട്ട് കിട്ടാനുള്ളത് മേടിച്ചിട്ട് കൂടി പൊക്കോ. സിറ്റിയിൽ എന്തെങ്കിലും സിറ്റുവേഷൻ ആയിട്ടുണ്ടെങ്കിൽ ടിവിക്ക് പുറത്താണ്. അടി കിട്ടിട്ടിരിക്കുക കേട്ടടകളെ. ഇത് സിറ്റിസൺ സിറ്റുവേഷൻ ആയതാ. അത് ചുമ്മാ അതപ്പം തന്നെ കഴിഞ്ഞാ. അത് സിറ്റിസൺ സിറ്റുവേഷൻ അല്ലാണ്. അത് അമ്മമാര് ഇങ്ങോട്ടൊന്നും ചൊറഞ്ഞ, ഞാൻ അങ്ങോട്ട് ചൊറഞ്ഞില്ല. സിറ്റിസൺ സിറ്റുവേഷൻ അങ്ങനെ തന്നെ നടക്കട്ടെ. നിന്റെ മറ്റേ അണ്ടിമുക്ക് ബോയ്സും ഇല്ല, അമ്മമാരെ കൊണ്ട് പോയിക്കോ. സിറ്റി സിറ്റുവേഷൻ സിറ്റുവേഷൻ ഞാൻ ഗ്യാങ് സിറ്റുവേഷൻ എടുക്കും. ഞാൻ ഗ്യാങ് ഡ്രസ് പോലും ഇട്ടില്ല. നല്ല കാര്യം. ലോകത്തുള്ള എല്ലാ കുണ്ണ എടുത്ത് നിന്റെ വായിക്കത്തോട്ട് കൊണ്ട് വെച്ചു. ലോകത്തുള്ള എല്ലാ കുണ്ണേ തിരക്ക്. കുണ്ണേ പറ കുണ്ണേ. എന്നാ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ എന്ത് കളിക്കുക? നിനക്ക് വേണ്ടി തരാൻ പഴം ഇരിക്കുന്നു. സ്ലോട്ട് ഉണ്ടോ? ഇല്ലേ, സ്ലോട്ട് ഉണ്ട്. പക്ഷെ അണ്ടിമുക്ക് ബോയ്സ് ഇല്ലേ, അമ്മമാരോടോ സ്ലോട്ട് ഉണ്ട്. അമ്മമാരോട് അണ്ടിമുക്ക് ബോയ്സിന് ഭയങ്കര ഫാൻസ് ആണ്, വിചാരിക്കുന്ന പോലല്ല. അതെ, നല്ല ഫാൻസ് ആണ്. തുപ്പി ഫാൻസ് ആണ്. നിങ്ങള് എന്ത് ചെയ്യുന്ന? പബ്ജി കളിക്കുന്ന? എല്ലാം നിന്നെ അറിയിക്കാൻ ഞാൻ. ഒരു മാസത്തില് മറ്റേ 2 മാസം കഴിഞ്ഞ് വന്നിട്ട് അവരിനി എല്ലാം അറിയണം. അവിടെ 2 മാസം കഴിഞ്ഞാൽ വന്ന എത്ര ആളവര് RP ഇല്ലായിരുന്നു, ഗ്യാങ്ങും ഇല്ലാതെ ഒന്നും വേണ്ടായിരുന്നു. ഇപ്പൊ വന്നിട്ട് അവരെല്ലാം അറിയണം. നമ്മളെ നിന്നെ വെച്ചാൽ ആരും ചോദിക്കില്ല. സിറ്റിസൺസിന്റെ അടുത്തൊക്കെ പോയി മെക്കിട്ട് കയറി അടി തല്ല് കൊണ്ടിട്ട് അത് ചോദിക്കാൻ പോലല്ല ഞാൻ ടി വി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. സിറ്റിയിൽ വന്ന ഗ്യാങ് ആയിട്ട് കളിക്കുന്നെങ്കിൽ ഗ്യാങ് ആയിട്ട് നിൽക്കാൻ പഠിക്കും. അല്ലാതെ മറ്റേ ഗ്യാങ് ഡ്രസ് ഊരുമ്പോ വേറൊരു സ്വഭാവം, ഗ്യാങ് ഡ്രസ് ഇടുമ്പോ വേറൊരു സ്വഭാവം, അങ്ങനെ കളിക്കാൻ എനിക്ക് താല്പര്യമില്ല. നീയൊക്കെ വള്ളി എടുക്കുന്ന വള്ളിക്കും നിനക്കൊക്കെ കിട്ടുന്ന തല്ലിനും ഇല്ല ഇനി ഇല്ല കണ്ണാപ്പി. ഇനി നീ സസ്പെൻഷൻ കഴിഞ്ഞാലും സിറ്റിസൺ ആയിട്ട് കണ്ടവന്മാരെടുത്ത് അണ്ടിയെ പോയി ചുരണ്ടിയിട്ട് അവന്റെ കൊട്ട് കിട്ടുമ്പോ അത് ചോദിക്കാൻ ടി വി ഒന്നും ഒരുത്തിനും വരത്തില്ല. അത് ഏറ്റവും കൂടുതൽ ചെയ്യുന്നതാണ് വില്ലുമോൻ അവരൊക്കെയാണ് സിറ്റുവേഷൻ എടുക്കുക. ഞാൻ സിറ്റുവേഷൻ എടുക്കാറില്ല, ഞാൻ ഗ്യാങ് സിറ്റുവേഷൻ ആണ് കൂടുതൽ എടുക്കാറ്. അയ്യോ കള്ളത്തര, ഇന്നലെ പോയി നീ മറ്റേ വേറെ വള്ളി പിടിച്ചത് ലൈവ് കണ്ടില്ല. അന്നത് ഗ്യാങ് സിറ്റുവേഷൻ, ഞാൻ ഗ്യാങ് ഇല്ലാത്തോണ്ടല്ലേ, സസ്പെൻഷൻ ആയോണ്ടല്ലേ.
അണ്ണ ഇല്ല ഞാൻ എന്നാണ് ഒരു സിറ്റിസൺ സിറ്റുവേഷൻ എടുത്ത് അണ്ണൻ കണ്ടിട്ടുള്ള അണ്ണാ സരക്കണ്ണ ഞാൻ നിന്നെ കണ്ടിട്ട് കുറെ ആളാ അതുകൊണ്ട് പിന്നെ എനിക്ക് സിറ്റിസൺ സിറ്റുവേഷൻ ആയിട്ട് അറിഞ്ഞൂടെ വർഷത്തോടിക്കാണ് നീ വരുന്നത് ഇപ്പൊ അണ്ണന് ഭയങ്കര സ്നേഹമൊന്നുമില്ലല്ലോ നിങ്ങൾക്ക് മനസ്സിലായല്ലേ എന്നിട്ടും ഇങ്ങനെ വലിഞ്ഞേറി വന്നിട്ട് ഇങ്ങനെ ഇനി ഇറിറ്റേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ് പണ്ടൊരു വാസന ഉണ്ടായിരുന്നു എന്നെ തൊട്ടാ എന്റെ കണ്ണമ്മ വന്നോടാ ചോദിക്കുന്ന വാസന എനിക്കിപ്പോ ഒരു താല്പര്യം ഇപ്പൊ അത് തോന്നത്തേ ഇല്ല ഇപ്പൊ ആ കൊണ്ടാവുന്നതാണ് ചോദിക്കുന്നത് എനിക്കിപ്പോ അത് ഒരു താല്പര്യമില്ല. എന്താണ് പരിപാടി നിങ്ങള് ഞങ്ങള് ഇവിടെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റേ കൈപ്പക്കയുടെ വിവിധ തരം വിഭവങ്ങൾ ഉണ്ടാക്കുന്നതിനെ പറ്റി ഡിസ്കസ് ചെയ്തോണ്ടിരിക്കുന്നു. ഇവൻ സരക്ക് കൈപ്പക്ക വെച്ച് ഫ്രൈ ഉണ്ടാക്കുന്നത് പറഞ്ഞ് രഘുല് അവന്റെ അച്ഛന്റെ ഒരു റെസിപ്പി പറഞ്ഞോണ്ടിരിക്കുകയാണ്. അന്നേരമാണ് നീ കയറി വന്നത്. ഇനി നിന്റെ അച്ഛന്റെ റെസിപ്പി അവന്റെ അച്ഛന്റെ കൊണ്ടാട്ടത്തിനെ കുറിച്ച് അച്ഛന്റെ കൊണ്ടാട്ടം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യണം ഇപ്പൊ ഞാൻ സിറ്റി കയറുമ്പോ സിറ്റി മറ്റേ റീസ്റ്റാർട്ട് നീ എന്റെ അച്ഛന്റെ കൊണ്ടാട്ട റെസിപ്പി എങ്ങനെയാണെന്ന് പടി പറഞ്ഞു തരും. എവിടെ ഒന്ന് പറഞ്ഞു കൊടുക്കണേടാ കൊണ്ടാട്ട റെസിപ്പി എന്ന് പറഞ്ഞു കൊടുക്കണേ. അവന് വലിയ പ്രശ്നം എന്തൊക്കെ അറിയണം എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് അറിയാൻ വന്നിരിക്കും. എല്ലാം അറിയണം എല്ലാം ഈകളെ ഇതുവരെ പറഞ്ഞായിരുന്നാടാ റെഗുലില്ല കഴിയല്ലോ. അവൻ മ്യൂട്ടായത് അറിഞ്ഞിട്ടില്ല. അല്ലാതെ തൊലിക്കട്ടിയുള്ള ഇത്രയും തൊലിക്കട്ടിയുള്ളവനൊന്നും വാവത്തിരിക്കൊന്നുമില്ല ഇതൊന്നും കേട്ടിട്ട്. ഓ എന്ത് പറഞ്ഞാലും വേറെ തുണി ഊരി ആടാൻ പറഞ്ഞാ ഓടും. അത് അതുപോലത്തെ നീ ഇത് പറഞ്ഞത് കണ്ണാപ്പി നീ തിരിച്ചിരിക്കുന്നത്. കണ്ണാപ്പി നീ ചിരിക്കണ്ട. നീ മറ്റേ കാക്കനാട് ജംഗ്ഷനിൽ പോയി നിൽക്കുന്നതും ഇവന്റെ തമ്പാനും ഒരു സെയിം തന്നെയാണ്. വലിയ വ്യത്യാസം. ഇത്രയും നാളെ ലൈവ് ഇടുന്നില്ല പറഞ്ഞിട്ട് പോയി ആരും ചോദിച്ചില്ല ഇവിടെ വരേണ്ട ആവശ്യമില്ല. തിരിച്ചു പോകും. എന്തിനാ തിരിച്ചു പോയത്? എടാ ഞാൻ കൈപ്പക്കാക്കുണ്ണെ ഞാൻ എല്ലാം പറയും. ഞാൻ മാറിയില്ല. കൊണ്ടാട്ടമൈനെ പോ. ഇവിടെ നോക്ക് റോക്കറ്റ് പോന്നു. നീ എന്റെ ഫ്രണ്ടിൽ കൂടെ ഓടുന്നു വാണം ആള് എന്റെ അമ്മേ ആളുണ്ടോ അവിടെ? ആളുണ്ട്. നിങ്ങൾ കണ്ടിന്യൂ ആണോ? നിങ്ങൾ കണ്ടിന്യൂ നീ എന്തിനാണ് ചോദിച്ചത്? നീ വന്നപ്പോ നമ്മള് നിർത്തിയിട്ട് ഇവിടെ വെറുതെ ഇരിക്കണെന്നാണ് നീ പറഞ്ഞപ്പോ കണ്ണാപ്പിയോ നീ തിരി കളിക്കാതിരിക്കുക അങ്ങനെ ഇരിക്കണമെന്നാണ് വിചാരിച്ചത്. Bro, I am the KKPP. KKPP needs me.